ഇടുക്കി കട്ടപ്പന നഗരസഭയിലെ വിമത നീക്കം പരിഹരിക്കാൻ അനുനയശ്രമത്തിന്റെ ഭാഗമായി കോൺഗ്രസ് നേതാക്കൾ യോഗം ചേരുകയാണ്. 12 പേരാണ് റിബലായി പത്രിക നൽകിയിരിക്കുന്നത്. ഇളംദേശം ബ്ലോക്കിലെ നെയ്യശ്ശേരി ഡിവിഷനെ ചൊല്ലി തർക്കം തുടരുന്നുണ്ട്. ഔദ്യോഗിക സ്ഥാനാർത്ഥിയെ അംഗീകരിക്കില്ലെന്ന നിലപാടിലാണ് പ്രാദേശിക നേതൃത്വം. രാഹുൽ സുരേഷ് വിവരങ്ങളുമായി. രാഹുൽ, ഇപ്പോൾ വിമതരെ അനുനയിപ്പിക്കാനുള്ള ശ്രമങ്ങൾ തുടരുകയാണോ? എന്താണ് ഇപ്പോൾ അറിയാനാകുന്നത് കട്ടപ്പനയിൽ? സ്മൃതി, കേരളത്തിൽ തന്നെ കോൺഗ്രസിനെതിരെ പ്രധാനപ്പെട്ട വിമത നീക്കം നടക്കുന്ന ഒരിടമായി കട്ടപ്പന മാറുകയാണ്. കട്ടപ്പന നഗരസഭയിൽ ആകെ 35 ഡിവിഷനുകളാണ് ഉള്ളത്. അതിൽ 12 ഇടങ്ങളിലാണ് വിമതർ നിൽക്കുന്നത്. 12 ഇടങ്ങളിലും മത്സരിക്കാനുള്ള തീരുമാനവുമായി മുന്നോട്ട് പോകുകയാണ്. ഇന്ന് വൈകിട്ട് 3 മണിക്കാണ് ഈ നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള അവസാന സമയം. അതിനു മുമ്പ് ഈ വിമതരെ അനുനയിപ്പിക്കാനുള്ള നീക്കവുമായാണ് മുന്നോട്ട് പോകുന്നത്. അല്പസമയം മുമ്പാണ് കട്ടപ്പനയിൽ അവസാനവട്ട യോഗങ്ങൾ ആരംഭിച്ചത്. ഈ വിമതരും ഈ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ടെന്നാണ് നമുക്ക് ലഭ്യമാവുന്ന വിവരം. ഈ 1 മണിയോടുകൂടി ഈ യോഗം അവസാനിക്കും. ഈ യോഗത്തിലാണ് വിമതർ മത്സരവുമായി മുന്നോട്ട് പോവുകയാണോ അതോ ഈ കോൺഗ്രസ് നേതാക്കളുടെ ആവശ്യങ്ങൾ പരിഗണിച്ചുകൊണ്ട് അവർ പിന്നോട്ട് പോവുകയാണോ എന്നതിൽ ഒരു തീരുമാനം ഉണ്ടാവുകയുള്ളൂ. ഇതിൽ പ്രധാനപ്പെട്ട കാര്യം 2 നേതാക്കൾ ഈ സീറ്റുകൾ അവരുടെ ഇഷ്ടപ്രകാരം പങ്കുവെച്ചു എന്നാണ് വിമതർ പ്രധാനമായും പറയുന്നത്. 20 ഡിവിഷനുകളായിരുന്നു KC പക്ഷം ഇവരോട് ആവശ്യപ്പെട്ടത്. പക്ഷേ 3 ഡിവിഷനുകൾ നൽകാൻ മാത്രമാണ് തയ്യാറായത്. ഇതിലാണ് ഇപ്പോൾ തർക്കം നിലനിൽക്കുകയും ചെയ്യുന്നത്. മറ്റൊരു സംഭവം നടക്കുന്നത് കരുവണ്ണൂരിലെ നെയ്യശ്ശേരി ഡിവിഷനാണ്. ഇത് KSU ആവശ്യപ്പെട്ട ഒരു ഡിവിഷൻ കൂടിയായിരുന്നു. KSUവിന്റെ ജില്ലാ വൈസ് പ്രസിഡന്റ് ആയിട്ടുള്ള ജോജോ ജോസഫ് ആയിരുന്നു അവിടെ മത്സരിക്കാൻ തീരുമാനിച്ചത്. അതിനിടയിലാണ് അവസാന സമയത്ത് ലാലു ജോസഫ് എന്ന കോൺഗ്രസ് സ്ഥാനാർത്ഥി അവിടെ എത്തുന്നത്. ഇതിനെതിരെയാണ് കോൺഗ്രസിന്റെ പ്രാദേശിക നേതൃത്വം രംഗത്തെത്തുകയും ചെയ്തിരിക്കുന്നത്. ലാലു ജോസഫിനെ മത്സരിപ്പിക്കാനുള്ള തീരുമാനവുമായി മുന്നോട്ട് പോവുകയാണെങ്കിൽ പ്രാദേശിക നേതൃത്വം പൂർണ്ണമായും തെരഞ്ഞെടുപ്പിൽ നിന്നും വിട്ടുനിൽക്കുമെന്നാണ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. അതിൽ KPCC നേതൃത്വത്തിന് കത്ത് നൽകുകയും ചെയ്തിട്ടുണ്ട്. ഇതിലും ഒരു ചർച്ച നടക്കുന്നുണ്ടെന്നാണ് നമുക്ക് ലഭ്യമാവുന്ന വിവരം. അങ്ങനെ വിമതരെ പിൻവലിക്കാനുള്ള അല്ലെങ്കിൽ വിമതരെ അനുനയിപ്പിക്കാനുള്ള വലിയ രീതിയിലുള്ള ചർച്ച ജില്ലയിൽ നടന്നു വരികയാണ്. സ്മൃതി, ശരി. കട്ടപ്പനയിലാണ് ഏറ്റവും കൂടുതൽ കോൺഗ്രസിൽ വിമതരുള്ള 12 പേരാണ് വിമതരായ രംഗത്തുള്ളവരെ അനുനയിപ്പിക്കാനുള്ള ശ്രമങ്ങൾ പുരോഗമിക്കുകയാണെന്ന് രാഹുൽ റിപ്പോർട്ട് ചെയ്യുന്നു.